കേരള കോൺഗ്രസ് എമ്മിന് ഇപ്പോൾ കഷ്ടകാലമാണോ എന്ന് ചോദിച്ചാൽ കഷ്ടകാലം തന്നെയാണ്. എന്നാൽ രാജയോഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജോസ് കെ മാണിക്ക് മാത്രം രാജയോഗമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് തീരുമാനമെടുക്കേണ്ടതും ജോസ് കെ മാണി തന്നെയാണ്. UDF വിട്ട് 2021 ഇടതുപക്ഷത്തിനോടൊപ്പം വന്ന കേരള കോൺഗ്രസ് എമ്മും ചെയർമാൻ ജോസ് കെ മാണിയും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ രാജ്യസഭാ സീറ്റിൻ്റെ രണ്ടാം പരിഗണനയിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷം കാര്യമായ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനും ഇടതുപക്ഷത്തിനും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ബോധ്യമായ ഒരു വിഷയമാണ്. ആകെയുള്ള 2 സീറ്റുകളിൽ അവകാശവാദം ഉന്നയിച്ചു നിൽക്കുന്നത് 3 പേർ. ഒന്ന് CPM ഏറ്റെടുക്കും, മറ്റൊന്നിനു വേണ്ടി കടിപിടി കൂടുന്നത് 3 പേർ. ഒന്ന് CPI, മറ്റൊന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം, മറ്റൊന്ന് LJD. അങ്ങനെ രാജ്യസഭാ സീറ്റിനു വേണ്ടിയുള്ള കാര്യമായ ചർച്ചകൾ അങ്ങുമിങ്ങും എത്താതെ നിൽക്കുമ്പോഴും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക നൽകേണ്ട സമയവും അതിക്രമിക്കുകയാണ്. ഇനി അറിയേണ്ടത് ആരെ CPM പരിഗണിക്കും എന്നുള്ളതാണ്. പക്ഷേ CPMനാകട്ടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടിമുടി തകർന്ന ഒരവസ്ഥയുമാണ്. അതിൻ്റെ സങ്കടഭാരം പേറി നിൽക്കുന്ന ഇടതുപക്ഷത്തിന് ഇപ്പോൾ കാര്യമായ രീതിയിലൊരു തീരുമാനമെടുക്കുവാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇതിനിടയിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി CPI കോൺഗ്രസിനോടൊപ്പം പോകുമെന്ന വാർത്തയും ഇടതുപാളയങ്ങളിൽ നിന്ന് ശക്തമായി ഉയരുന്നുമുണ്ട്. അതായത് CPM തകരുകയാണ്. തകർന്നുകൊണ്ടിരിക്കുന്ന CPMനോടൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പണ്ടേ തകർന്നു കഴിയുകയും ചെയ്തു. ഇനി മിച്ചം വരുന്നത് ഒരൊറ്റ ആഗ്രഹമാണ്, ഇനി മിച്ചം വരുന്നത് ഒരൊറ്റ ആശ്രയമാണ്. അത് രാജ്യസഭാ സീറ്റാണ്. അത് CPM നൽകുമോ എന്നുള്ളതാണ് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. പക്ഷേ CPIക്ക് നൽകുവാനാണ് സാധ്യത ഏറെ. അങ്ങനെ വന്നാൽ രാജ്യസഭാ സീറ്റ് കൂടി ലഭിക്കാതെ വരുമ്പോഴേക്കും ലോക്സഭയിലും രാജ്യസഭയിലും പരിഗണന ലഭിക്കാതെ, നിയമസഭയിൽ സീറ്റ് ലഭിക്കാതെ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് മാണി വിഭാഗവും അടിമുടി തകരുക തന്നെ ചെയ്യുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഈ സമയത്താണ് BJPയുടെ കൃത്യമായ കടന്നുവരവ്. അതായത് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ സംസ്ഥാന ചെയർമാനായ ജോസ് കെ മാണിക്ക് BJPയിലേക്ക് സ്വാഗതം. BJP അംഗത്വം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട BJPയുടെ നേതാക്കന്മാരും ജോസ് കെ മാണിയും തമ്മിൽ ചർച്ച നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിലെ കാര്യമായ രീതിയിലുള്ള ചർച്ച. ജോസ് കെ മാണിക്ക് BJP നൽകുന്ന ഓഫർ CPM നൽകാത്തത് തന്നെയാണ്. അതായത് രാജ്യസഭാ സീറ്റ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം CPM വിട്ട BJPയിലേക്ക് വരികയാണ് എങ്കിൽ രാജ്യസഭാ സീറ്റും കേന്ദ്രമന്ത്രി പദവിയുമാണ് BJP ഓഫറായി നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക ചർച്ചകൾ അവസാനിച്ചു എന്നും വാർത്തകൾ ഉയരുന്നുണ്ട്. ഇനി ഇടതുപക്ഷം കാര്യമായ രീതിയിൽ ഗൗനിക്കാത്ത, കോൺഗ്രസ് അങ്ങനെ കാര്യമായ രീതിയിൽ പരിഗണിക്കാത്ത ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനും BJPയിൽ എന്താണ് ഇത്ര വലിയ പരിഗണന ലഭിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിന് കാരണം മറ്റൊന്നുമല്ല, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി BJPക്ക് ഒരു കാര്യം വ്യക്തമായി. കേരളത്തിലെ ഹിന്ദുക്കളോടൊപ്പം തന്നെ BJPയിലേക്ക് ക്രൈസ്തവ മതവിശ്വാസികളെയും അടുപ്പിക്കുവാൻ കഴിയുമെന്ന ബോധ്യം. മണിപ്പൂർ വിഷയമൊന്നും കാര്യമായ രീതിയിൽ കേരളത്തിൽ ചർച്ചയാകാതിരുന്നതും, തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ഒരു വലിയ ഭൂരിപക്ഷത്തോളം ക്രൈസ്തവ മതവിശ്വാസികളുടെ വോട്ട് ലഭിച്ചതുമെല്ലാം BJPയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ കടുത്തുരുത്തിയിലും പാലായിലുമൊക്കെ കൃത്യമായ വേരുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ BJP തങ്ങളോടൊപ്പം നിർത്തുകയാണ് എങ്കിൽ പാലയിലും കടുത്തുരുത്തിയിലും അങ്ങനെ മധ്യ കേരളത്തിലെ കോട്ടയത്തെയും ഇടുക്കിയിലെയും അടക്കമുള്ള പല നിയമസഭാ മണ്ഡലങ്ങളിലും വിജയിച്ചു വരുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും BJPക്കുണ്ട്. പാലായിൽ ഒറ്റയ്ക്ക് 27,000-ലധികം വോട്ടുകൾ നേടിയിട്ടുണ്ട് BJP. ആ ആത്മവിശ്വാസത്തോടൊപ്പം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ പിൻബലം കൂടി ലഭിക്കുന്നതോടുകൂടി നിയമസഭയിൽ കാര്യമായ രീതിയിൽ ഒരു കരുത്ത് കാട്ടുവാൻ കഴിയുന്ന തരത്തിലേക്ക് വളരുവാൻ BJPക്ക് സാധിക്കുമെന്ന കണക്കുകൂട്ടലിൻ്റെ ഭാഗമായാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെയും ജോസ് കെ മാണിയെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ പുതിയ ഓഫർ. അതായത് ഇടതുപക്ഷം നൽകാത്ത രാജ്യസഭാ സീറ്റ് കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോയാൽ വലിയ നാണക്കേടാകും എന്ന ബോധ്യമുള്ള ജോസ് കെ മാണി ഇങ്ങനെ സന്ദർഭങ്ങളെല്ലാം BJPക്ക് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ക്രൈസ്തവ മതവിശ്വാസികളുടെ വോട്ടുകൾ കുറച്ചുകൂടി കാര്യമായി BJPയിലേക്ക് അടുപ്പിക്കുവാൻ ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകാമെന്ന പ്രാഥമിക ചർച്ചകൾ നടത്തുന്നത്. ജോസ് കെ മാണിയും ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം, താൻ BJPയിലേക്ക് പോയാൽ ക്രൈസ്തവ മതവിശ്വാസികൾ തന്നെ വെറുക്കുമെന്നായിരിക്കാം ആദ്യഘട്ടത്തിൽ ജോസ് കെ മാണി വിചാരിച്ചത് എങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ മതവിശ്വാസികൾ BJPയെ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന ബോധ്യം ജോസ് കെ മാണിക്ക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും എന്നാൽ BJPയിലേക്കും ചേക്കേറാമെന്ന് ജോസ് കെ മാണിക്ക് ഒരു ചിന്തയുണ്ടാകുവാനുള്ള സാധ്യതയും ഏറെയാണ്. BJP നൽകുന്ന ഓഫറും അത്രമേൽ കരുത്തുള്ളതാണ്.
രാജ്യസഭാ സീറ്റും കേന്ദ്രമന്ത്രി പദവിയും. അതിൻ്റെ പ്രധാനപ്പെട്ട സൂചനയായി തന്നെ വേണം PC ജോർജ് ജോസ് കെ മാണിയെ BJPയിലേക്ക് ക്ഷണിച്ചത് എന്ന് വേണം കരുതുവാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കാമെന്ന തരത്തിലേക്കുള്ള പല ചർച്ചകളിലും പറയാതെ പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് PC ജോർജിനെ BJPയിലേക്ക് ക്ഷണിച്ചത്. അതേ PC ജോർജിന് ഇന്ന് BJPയിൽ എന്ത് സ്ഥാനമെന്ന് ചോദിച്ചാൽ അങ്ങനെ കാര്യമായി ഒന്നും തന്നെ പറയാനില്ല. എങ്കിലും BJPയുടെ വക്താവാണ്, BJPയുടെ നേതാവാണ് PC ജോർജ്. അങ്ങനെ നിൽക്കുന്ന PC ജോർജ് ജോസ് കെ മാണിയെ BJPയിലേക്ക് ക്ഷണിക്കുമ്പോൾ പാലയിലും കടുത്തുരുത്തിയിലും അങ്ങനെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വേരുള്ള എല്ലായിടങ്ങളിലും അല്പമെങ്കിലും മെച്ചപ്പെട്ട നിലവാരത്തോടു കൂടി നിൽക്കുന്ന BJPയും കൂടി ചേരുമ്പോൾ കാര്യമായ രീതിയിലുള്ള വിജയം കൊയ്യുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് BJPക്കുള്ളത്. പിന്നീടുള്ള പ്രധാനപ്പെട്ട കാര്യം BJPക്ക് അറിയാം, പാലായിൽ KM മാണിയുടെ മണ്ഡലത്തിൽ KM മാണിയുടെ മരണത്തിന് ശേഷം സ്വന്തം മകൻ ജോസ് കെ മാണി ഇടതുപക്ഷത്തോടൊപ്പം മത്സരിച്ചപ്പോൾ അവിടെ മാണി സി കാപ്പൻ എന്ന UDF നേതാവിനെ പരാജയപ്പെടുത്തുവാൻ കഴിയാത്ത തരത്തിലേക്ക് ജോസ് കെ മാണി ദുർബലപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഇനിയൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിലോ ലോക്സഭാ തിരഞ്ഞെടുപ്പിലോ ജോസ് കെ മാണി വിജയിക്കണമെങ്കിൽ അവിടെ BJPയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രബലരായ പാർട്ടിയുടെയോ പിന്തുണ വേണമെന്ന്. എന്നാൽ ആ പിന്തുണ BJP നൽകാമെന്ന ഓഫർ കൂടി നൽകുമ്പോൾ സ്വാഭാവികമായും ജോസ് കെ മാണി BJPക്ക് കൈകൊടുക്കുവാനുള്ള സാധ്യതയും ഏറെയാണ്. തന്നെ കുറ്റപ്പെടുത്തുമെന്ന് വിചാരിച്ചിരുന്ന ക്രൈസ്തവ മതവിശ്വാസികളുടെ ഒരു വിഭാഗം BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോൾ താൻ BJPയോടൊപ്പം പോകുമ്പോൾ ഒരു വിഭാഗം ക്രൈസ്തവരും തന്നോടൊപ്പം വരുമെന്ന ആത്മവിശ്വാസവും ജോസ് കെ മാണിക്ക് ഒരുപക്ഷെ ഉണ്ടാകാം. എന്നാൽ BJPയുടെ ഈ ഓഫറിനും എത്രയോ ദിവസങ്ങൾ മുമ്പേ UDF പറയാതെ പറഞ്ഞും നേരിട്ട് പറഞ്ഞുമൊക്കെ പല ഓഫറുകളും നൽകിയതാണ്. എന്നാൽ അതിൻ്റെയൊക്കെ ചർച്ചകളൊക്കെ ഇപ്പോഴും നടക്കുന്നതേ ഉള്ളൂ. കൃത്യമായ മറുപടിയൊന്നും ജോസ് കെ മാണി നൽകിയിട്ടുമില്ല. അങ്ങനെ വരുമ്പോൾ എന്താകും ജോസ് കെ മാണിയുടെ അടുത്ത തീരുമാനം? ക്രൈസ്തവ മതവിശ്വാസികളെ ആകർഷിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് ജോസ് കെ മാണിയും PC ജോർജും ഒക്കെ ചേരുമ്പോൾ BJP ക്രൈസ്തവ മതവിശ്വാസികളുടെ വോട്ടുകൾ ഇനി ഭൂരിഭാഗവും പിടിച്ചെടുക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയ കേരളത്തിൽ ഇപ്പോൾ കൂറുമാറ്റം ഒരു വലിയ കഥയല്ലാതെ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി BJPയിലേക്ക് പോയാൽ അതിൽ അന്തിച്ച് നോക്കി നിൽക്കുവാനും ഒന്നും തന്നെയില്ല.